ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് റമദാന് എല്ലാ ദിവസവും ചെയ്യേണ്ട ചില കാര്യങ്ങളൊന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഡൈനിങ് ടേബിൾ ഓർഗനൈസിങ്. എപ്പോഴും നമ്മൾ ഈ ഇഫ്താർ ടൈമൊക്കെ കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് മെലൺ സ്കൂപ്പി നിങ്ങൾക്ക് ഇഫ്താറിന് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്കൊരു സ്കൂപ്പർ ഉണ്ടെങ്കിൽ അപ്പോൾ ആ സ്കൂപ്പ് വെച്ചിട്ട് നമുക്ക് വാട്ടർമെലൺ സ്കൂപ്പ് ചെയ്തിട്ട് ഇതുപോലൊരു ബൗളിലിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ച് ഹെൽത്തിയാണ്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളൊന്ന് ആദ്യം തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് അതൊന്ന് അതിന് മുകളിൽ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ആ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിടുക കേട്ടോ. അപ്പോൾ യൂഷ്വലി ഇട്ട പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാണാനും ഒരു നല്ല ഭംഗിയുണ്ടാവും, ഒരു ചേഞ്ച് ആയല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ചെയേഴ്സും ടേബിളൊക്കെ ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ലിക്വിഡ് ഇട്ടിട്ട് തുടച്ചെടുക്കുകയാണ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വിം ലിക്വിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് തുടച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ടേബിൾ ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വിരിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓയിൽസ് ഉണ്ടെങ്കിൽ അതും കൂടെ, എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഇട്ടിട്ട് തുടച്ച് കൊടുത്താൽ നല്ല മണം വരും. അപ്പോൾ എല്ലാം ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ടേബിൾ ഷീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും ടേബിൾ ഷീറ്റ്സ് വാങ്ങിക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ളത് വാങ്ങിക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് ചീത്തയായി പോകും. എനിക്കിത് ഈ പാറ്റേണും കളറൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സെലക്ട് ചെയ്തതേ ഉള്ളൂ. ഇതും ഭയങ്കര ഒരു അഫോർഡബിൾ റേറ്റിന് എനിക്ക് കിട്ടിയതാണ്. 200 250 അങ്ങനെ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് റേറ്റ് കുറഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള, നല്ല പാറ്റേണിൽ, നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഈ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പേ ഡൈനിങ് ടേബിളിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വലിച്ച് താഴെയിടാനും എന്താ പറയുക, അതെടുത്ത് കളിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ചൊരു ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡേറ്റ്സിൻ്റെ ഒരു ബോക്സ്, പിന്നെ വെള്ളം, ഇത് മാത്രമാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ തൽക്കാലം. അപ്പോൾ ഇനി നമ്മൾ ഈ ഫ്ലവർ വേസ് മറ്റുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഈ ചെറിയ കുട്ടികളുള്ള സ്ഥലത്ത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതെല്ലാം വലിച്ച് താഴെ ഇടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര മാത്രമേ വെച്ച് കൊടുത്തുള്ളൂ. പിന്നെ നമുക്ക് ഇഫ്താർ ടൈമിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളും അതൊക്കെ നമുക്ക് അതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ആ ടൈം ആകുമ്പോൾ ഞാൻ കുറച്ച് വുഡൻ സ്പൂൺസ് ഇതിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റേറ്റ് കുറവുമാണ്, പക്ഷെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും നമ്മൾ വെറുതെ പൈസ വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല. അത് 2 വുഡൻ സ്പൂൺസാണ്. അത് രണ്ടും സെയിം കളറിൽ കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ഈ ഷേപ്പും ക്വാളിറ്റിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. റമദാനൊക്കെ വരില്ലേ, അപ്പോൾ ഈ ഫ്രൈഡ് ഐറ്റംസ് ചെയ്യാനും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൂടുതലുണ്ടാവുമല്ലോ. ഇത് ഒരു 50 റുപ്പീസിന് കിട്ടിയൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.